ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി ചൈനീസ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണ്. നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഫ്രൈഡ് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ബസ്മതി റൈസ് എടുക്കുമ്പോൾ എപ്പോഴും ഓൾഡ് റൈസ് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കണം. ഞാനിപ്പോൾ അരി സോക്ക് ചെയ്തിട്ടില്ല, അല്ലാതെ തന്നെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഓരോ അരിയുടെ വേവനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു 20 മിനിറ്റ് സോക്ക് ചെയ്ത ശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് വേവിച്ചെടുത്താൽ മതി. അരി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 7 കപ്പ് വെള്ളം വെച്ച് തിളപ്പിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് തന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് തിളച്ച് അരി ഒന്ന് വെന്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു അര നാരങ്ങയുടെ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കായില്ലാതെ ശ്രദ്ധിക്കണം. ഇതെല്ലാം ഈ ഒരു സമയത്ത് തന്നെ ചേർത്താലാണ് നമുക്ക് റൈസ് ഒന്നൊന്നേലും തൊടാതെ നല്ല രീതിയിൽ കിട്ടുള്ളൂ. അരി ഇപ്പോൾ ഇവിടെ ഒരു 1/4 ഭാഗം വേവായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഊറ്റി മാറ്റാം, അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ വേവായാൽ ഇത് കുഴഞ്ഞു പോകും. ഇവിടെ റൈസ് വെള്ളമെല്ലാം കളഞ്ഞ് നന്നായിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് ചൂടാറണം. ചൂടാറിയതിന് ശേഷം മാത്രമാണ് ഫ്രൈഡ് റൈസ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നമ്മളെല്ലാം മിക്സ് ചെയ്യുന്ന സമയത്ത് റൈസ് അങ്ങ് പൊട്ടിപ്പോവും. നന്നായിട്ട് ചൂടാറിയിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. നന്നായിട്ടങ്ങ് ചൂടാറി കഴിഞ്ഞിട്ട് ഫ്രൈഡ് റൈസ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ റൈസ് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ചെയ്യാൻ തുടങ്ങാം. ഇതിന് കുക്കിംഗ് ടൈം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വെജിറ്റബിൾസും സോസും എല്ലാം റെഡിയാക്കി അടുത്ത് വെച്ചതിന് ശേഷമാണ് ഇത് ചെയ്യാൻ തുടങ്ങാവുള്ളൂ. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണയൊന്നും ചേർത്ത് കൊടുക്കരുത്. ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കണം. 1/4 കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, 1/4 കപ്പ് ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത്, 1/4 കപ്പ് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി വേണ്ടത് ക്യാബേജ്, അതും 1/4 കപ്പ് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വെജിറ്റബിൾസ് ഒന്നും നന്നായിട്ട് വെന്ത് പോവരുത്, ഒന്നങ്ങ് കുക്കായ മാത്രം മതി. വെജിറ്റബിൾസൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് റൈസ് ഒന്നും ഉടഞ്ഞു പോകാത്ത രീതിയിൽ ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സോസസ് എല്ലാം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ സോസസ് എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ സോയാ സോസും 1 ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസും പിന്നെ 1/2 ടീസ്പൂൺ വിനീഗറും കൂടി മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇങ്ങനെ ചെയ്ത് വെച്ചാൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇതിലൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ 2 തവി വെച്ചങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ റൈസ് ഒട്ടും തന്നെ ഉടഞ്ഞു പോകാതെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ റൈസും വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓനിയനും 1 ടേബിൾ സ്പൂൺ സെലറി കൂടെ ചേർത്ത് ഗാർണിഷ് ചെയ്യാം. സെലറി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താലും മതി. ചൈനീസ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക്